ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ലൈസൻസ് ഇല്ലാതെ സ്ഥാപനത്തിന്റെ ബോർഡ് വെക്കാൻ പറ്റില്ലല്ലോ. കയ്യൂക്കും തന്റേടവും എന്ത് കാണിച്ചാലും ആരും ചോദ്യം ചെയ്യില്ല എന്ന അഹങ്കാരവുമായിരുന്നു ഇവരെ ഇത്രയും കാലം ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയത്. നീ എടുത്തോ, അല്ലെങ്കിൽ ചീഞ്ഞു പോവും. ഇപ്പൊ ചീഞ്ഞു പോവാൻ സാധ്യതയുള്ളതേ നീയാ. അതിനു മുമ്പ് നിന്നെ എനിക്കൊരു സ്ഥലത്തെത്തിക്കണം. വാടൂ, പെട്ടെന്ന് വാടൂ. എല്ലാത്തിനും തൂക്കിക്കൊണ്ടുപോയി അകത്തിട്. യെസ് മാഡം. പിടിക്കണോ അവനെ? നടക്കണോ? കൊണ്ടുപാടൂ, നടക്കണേ അങ്ങോട്ട്. മാഡം, കോടതിക്ക് മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതിക്ക് മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. യു മേ പ്രൊസീഡ്. താങ്ക് യു ഓണർ. എന്താ പേര്? വിഷ്ണു. എന്താണ് തൊഴില്? തൊഴില് എന്താ തൊഴിലില്ലേ? ഉണ്ട്. എങ്കിലത് എന്താണ്? കോടതിക്ക് മുന്നിൽ പറയാൻ പറ്റാത്ത പൊതുസമൂഹം അറപ്പോടെ നോക്കുന്ന വെറുക്കുന്ന പോലെ പണിയാണോ? പണം പലിശയ്ക്ക് കൊടുക്കുന്ന പണിയാ. അതായത് വട്ടിപ്പലിശയ്ക്ക് അല്ലെങ്കിൽ കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന പരിപാടി. എത്രയാണ് പലിശ? 110 അല്ലെങ്കിൽ 15 അതോ 20? ഐ ഒബ്ജക്ട് യുവർ ഓണർ. പ്രതി എന്ന് പറയുന്ന ആളെ മനഃപൂർവ്വം വട്ടിപ്പലിശക്കാരനായി മുദ്രകുത്തി കോടതിക്ക് മുന്നിൽ പ്രസന്റ് ചെയ്ത് കേസിന് ആവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാതെ അദ്ദേഹത്തിന്റെ മാനസിക നില ദുർബലമാക്കുക മാത്രമാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ എന്റെ സുഹൃത്തിന്റെ ഉദ്ദേശം. അത് അനുവദിച്ചു കൊടുക്കരുത് ബഹുമാനപ്പെട്ട കോടതി. യുവർ ഓണർ, വേലായുധൻ എന്നയാളെ ആളെ വിട്ട് കുത്തി എന്നതാണ് പ്രതിയിൽ ആരോപിക്കുന്ന കുറ്റം. അപ്പോ പ്രതിയുടെ തൊഴിൽ, സ്വഭാവം, പ്രവൃത്തികൾ എന്നിവയിലൂടെയൊക്കെ കടന്നു കയറേണ്ടതായി വരും. അത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതല്ല, സ്വാഭാവികമായും സംഭവിച്ചു പോകുന്നതാണ്. യു ക്യാരി ഓൺ. താങ്ക് യു യുവർ ഓണർ. നിങ്ങൾ നടത്തുന്ന, അതായത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ ബോർഡ് ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്താ ബോർഡ് വയ്ക്കാത്തത്? ബിസിനസ് കൂടുതൽ കിട്ടാൻ ബോർഡ് വയ്ക്കുന്നത് നല്ലതല്ലേ? യുവർ ഓണർ, 1958 മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരം വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ വായ്പയ്ക്ക് ഈടാക്കാവുന്ന പലിശ മാത്രമേ വ്യക്തികൾ കടമായി നൽകുമ്പോഴും ഈടാക്കാവൂ എന്നതാണ് വ്യവസ്ഥ. വാണിജ്യ ബാങ്കുകൾ അതാത് കാലങ്ങളിൽ നിശ്ചയിക്കുന്ന വായ്പാ നിരക്കിനേക്കാൾ 2% അതിൽ കൂടുതലോ പലിശ ഈടാക്കിയാൽ അത് വട്ടിപ്പലിശയായി കണക്കാക്കി നിയമ നടപടിയെടുക്കാം എന്നാണ് വ്യവസ്ഥ. ഇവിടെ പ്രതിയാക്കപ്പെട്ട വിഷ്ണുവും വിഷ്ണുവിന്റെ അമ്മ സത്യഭാമയും കൂടി ചേർന്ന് നടത്തിയിരുന്നത് വട്ടിപ്പലിശ ഇനത്തിലല്ലായിരുന്നു. മനുഷ്യനെ വെട്ടിലാക്കുന്ന കൊള്ളപ്പലിശ ഇനത്തിലായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് ഒരു ഓഫീസോ ബോർഡോ ഒന്നും തന്നെ കൃത്യമായി ഉണ്ടായിരുന്നില്ല. അതിന് കാരണം ഏതൊരു സ്ഥാപനവും നടത്തിക്കൊണ്ടു പോകുന്നതിന് അതിനൊരു ലൈസൻസ് വേണം യുവർ ഓണർ. അങ്ങനെ ഒരെണ്ണം ഇവരുടെ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നതേയില്ല. ലൈസൻസ് ഇല്ലാതെ സ്ഥാപനത്തിന്റെ ബോർഡ് വയ്ക്കാൻ പറ്റില്ലല്ലോ. കയ്യൂക്കും തന്റേടവും എന്ത് കാണിച്ചാലും ആരും ചോദ്യം ചെയ്യില്ല എന്ന അഹങ്കാരവുമായിരുന്നു ഇവരെ ഇത്രയും കാലം ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയത്.
ജനങ്ങളെ പിഴിഞ്ഞു ജീവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതായിരുന്നു ഇവരമ്മയും മകനും കൂടി കെട്ടിപ്പടുത്ത ഈ പലിശ സാമ്രാജ്യം. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. താങ്ക് യു. നാട്ടിൻപുറങ്ങളിൽ സാധാരണക്കാർ കൂടുതലും ആശ്രയിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ വട്ടിപ്പലിശക്കാരെയാണ്. ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നാട്ടുഭാഷയിൽ ഞായറാഴ്ച പാണ്ടി എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. 1000 കൊടുത്താ 2000 തിരിച്ചു കൊടുക്കണം. പക്ഷേ അത് ആഴ്ചയിൽ കയ്യിൽ കിട്ടുന്ന പോലെയൊക്കെ കൊടുത്താൽ മതി. സാധാരണ ഞായറാഴ്ചകളിലാണ് ഇവർ പണം പിരിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ടാ സൺഡേ അണ്ണൻ, ഞായറാഴ്ച പാണ്ടി എന്ന ഓമന പേരിലൊക്കെ ഇവർ അറിയപ്പെടുന്നത്. സാധാരണക്കാർക്കിടയിൽ പണം കൊടുത്തുകൊണ്ട് ഇപ്പോഴും ഇവർ സജീവമായിട്ട് ഉണ്ട് താനും. പക്ഷെ ഇവരാരും അവരവരുടെ സ്ഥാപനങ്ങളുടെ ബോർഡും പിടിച്ചുകൊണ്ട് പിരിവിന് വരുന്നതോ പണം കൊടുക്കാൻ വരുന്നതോ എന്റെ അറിവിലെങ്ങുമില്ല. ഇവർക്കാർക്കും ഇത് നടത്താനുള്ള ലൈസൻസ് ഉണ്ടാവാനും സാധ്യതയില്ല. സ്ഥാപനത്തിന്റെ ലൈസൻസ് പോട്ടെ, അവർക്ക് അവരുടെ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് പോലും കാണില്ല. ഇതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. അവർക്കെതിരെ ഒന്നും ആരും പരാതിയായിട്ട് പോകുന്നുമില്ല. മൈ ലോർഡ്, എന്റെ കക്ഷി വിഷ്ണു ഒരു പെൺകുട്ടിയുടെ കല്യാണമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സഹായഹസ്തം നീട്ടിയതാണ്. കുത്തുകൊണ്ട വേലായുധൻ എന്നയാൾ പല കേസുകളിലെ പ്രതിയും ക്രിമിനലുമാണ്. കല്യാണ ആവശ്യത്തിനായി വാങ്ങിയ 10 ലക്ഷം രൂപ കൊടുക്കാതിരിക്കാനായി മനഃപൂർവ്വം വേലായുധൻ ഈ നിൽക്കുന്ന എന്റെ കക്ഷിയെ ഈ കേസിലേക്ക് വലിച്ചിഴക്കുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്റെ കക്ഷിയെ ക്രൂരനായ ഒരു വട്ടിപ്പലിശക്കാരനാക്കി വേലായുധനെ കുത്തിയത് വിഷ്ണുവും വിഷ്ണുവിന്റെ ആൾക്കാരും കൂടിയാണെന്ന് ഉറപ്പിക്കാനുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ശ്രമം കാണുമ്പോൾ ഇത് വെറും ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. യുവർ ഓണർ, തെളിവുകൾ ശക്തമായി നിർത്തുമ്പോ ഉപമയ്ക്കായി ഉപയോഗിച്ച മലർപ്പൊടി ഡിഫൻസ് വക്കീലും എന്റെ സുഹൃത്തുമായ അർജുന്റെ കണ്ണിൽ തന്നെയാണ് വീണതെന്ന് എനിക്ക് പറയേണ്ടി വരും യുവർ ഓണർ. കാരണം തോൽവി എത്ര സമർത്ഥനായ വക്കീലിന്റെയും കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിക്കും. ഇനിയിപ്പോ ഞാനിവിടെ നിർത്താൻ പോകുന്ന തെളിവുകൾ അത്രയ്ക്കും ശക്തമാണ്. ഗോവിന്ദരാജ്, വയസ്സ് 58, വീട്ടുപേര് ശ്രീതിലകം. അങ്ങനെ ഒരാളെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഒരു 10-12 വർഷം മുൻപുള്ള കഥയാ. മൂക്കിന്റെ പാലൊടിഞ്ഞ് താലൂക്ക് ആശുപത്രിയിൽ അയാൾ ചികിത്സയ്ക്ക് പോയിരുന്നു. 2012 ജനുവരി 6-ാം തീയതിയാണ് അയാൾ അഡ്മിറ്റ് ആയത്. അന്നത് പോലീസ് കേസും ആയതാണ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മ കാണുമല്ലോ. അന്ന് അയാളുടെ മൂക്കിന്റെ പാലം ഇടിവള കൊണ്ട് ഇടിച്ചത് അന്നത്തെ വട്ടിപ്പലിശക്കാരൻ ഇടിവള വിഷ്ണു.